അങ്ങനെ അഖിൽ മാരാർ പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ മാരാറിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തുറന്നു പറയുവാണ്, ഞാൻ ഇതുപോലെ ബിഗ് ബോസ് ഷോയിൽ വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വരണമെങ്കിൽ ഞാൻ ഇതുപോലെ കൂടെ കിടക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നു. ഏകദേശം ഒരു 1.5 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ വെക്കാം. ആദ്യം എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. താങ്ക് യു അഖിലേട്ട, ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിം ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല. നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആളുകൾ അറിയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ അത് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് സല്യൂട്ട്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ഇതുപോലെ ഒന്നുകിൽ കൂടെ കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പം ഈ മാരാറിപ്പം എനിക്ക് തോന്നി ഈ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഈ പറയുന്ന ഒരു 2 പേരുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ 2 പേരുടെ കാര്യത്തിനകത്തോട്ട് സംബന്ധിച്ചുള്ള വിഷയമാണിത്. കാര്യം ആ പറയുന്നവർക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്തു കൊടുക്കണ്ടേ എന്നുള്ളൊരു രീതിയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു പെൺകുട്ടി എന്തായാലും വന്ന് ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരാനുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. അഥവാ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. കാര്യം ഇത്രയും വലിയൊരു ഷോയിൽ ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ഷോയ്ക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് എന്ത് തന്തയിലത്രം കാണിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ. ആ ഒരു ഷോ സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സ്വപ്നം കാണുന്ന ഒരു ഷോയാണ്. ആ ഷോയിൽ എങ്ങനെയെങ്കിലും കയറണം, ആ ഷോയിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫെയിം വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോടെ പോകുന്നതാണ്. പക്ഷെ അതിന് ഇത്രയൊക്കെ ഉള്ള രീതിയിൽ ഇതൊക്കെ ചെയ്തു കൊടുത്താലേ അതിനകത്തോട്ട് കയറാൻ പറ്റുമെന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ ചെവു കുറ്റി അടിച്ച് പൊട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അവന്മാരെയൊക്കെ പിടിച്ച് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് നിർത്തി അടിക്കണം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിപ്പോൾ പറയണ്ടേ, ഇത് ആ ഒരു ഷോയുടെ വില കംപ്ലീറ്റും പോവാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനെയും വെച്ചിട്ട് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു പരിപാടിയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യമൊന്നും. ഈ ഒരു പോസ്റ്റിനകത്ത് മാരാറ് കാര്യം എഴുതിയിട്ടുണ്ട്. അഭിമാനത്തോടെ ആർജവത്തോടെ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും എനിക്കെതിരെ തിരിഞ്ഞ് മഹിതകൾ അറിയാൻ ഇവളെ പോലെ 100 കണക്കിന് പേര് ഇനിയും വരും. 1000 സ്നേഹം മോളെ. എന്നെ മനസ്സിലാക്കിയതിനും ധൈര്യത്തോടെ തുറന്നു പറഞ്ഞതിലും. ദയവ് ചെയ്ത് ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ പുരോഗമന സ്ത്രീപക്ഷവാദികൾ പോകരുത്. അവൾ അവളുടെ ജീവിതം ആസ്വദിച്ച് ജീവിച്ചോട്ടെ. സമ്മതപ്രകാരം ഈ വീഡിയോ ഞാൻ പങ്കുവെക്കുന്നു. എന്തായാലും ഈ പെൺകുട്ടി ആരാണെന്നോ അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ആരാണെന്ന് അറിയില്ല. എന്തായാലും മാരാറ് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നു ഈ ഒരു കാര്യം. ഈ മാരാർ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി, ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു സത്യാവസ്ഥ തെളിയിക്കാനായിട്ട് ആ പെൺകുട്ടി വീഡിയോ കാണിച്ച് ഇതുപോലെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. എനിക്ക് ഇത് വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു കേസായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പൊ ഇനി എന്താണെന്ന് നമുക്ക് ബാക്കി കണ്ടറിയാം. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.